പച്ച. ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. എവിടെയാണ് നമ്മള് പോകുന്നത്? നമ്മള് കല്യാണത്തിന്. ആരാ കല്യാണത്തിന്? അഞ്ചി ടീച്ചറിന്റെ കല്യാണത്തിന്. എന്നെ 2ാം ക്ലാസ്സിന്ന് പഠിപ്പിച്ചതാ. ഇപ്പൊ എത്തിക്ക് 3ാം ക്ലാസ്സിലാണ് ടീച്ചർ. 2ാം ക്ലാസ്സിന് 1ാമത്തെ ക്ലാസ്സിലെ ടീച്ചർ അയൺ ടീച്ചർ, 2ാമത്തെ ക്ലാസ്സിലെ ടീച്ചർ അഞ്ചി ടീച്ചർ, 3ാമത്തെ ക്ലാസ്സിലെ വിജിറ്റ് ടീച്ചർ. വിജിറ്റ് ടീച്ചർ. അഞ്ച് ടീച്ചർ പറഞ്ഞാൽ നമ്മളെ പണ്ടേയുള്ള അയൽവക്കാണ്. അപ്പൊ ടീച്ചറെ കല്യാണമാണ് ഇന്ന്. ഇവന്റെ ടീച്ചർ പറയുമ്പോ എന്റെ ചങ്ങായി എന്റെ കൃത്യത്തിനുള്ള പ്രതിലാണ് കല്യാണം അയക്കുന്നത്. വളരെ സന്തോഷം. അവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ നമ്മളെ കല്യാണം കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോ ഞാൻ കല്യാണത്തിന് പോകുന്നില്ല, അമ്മ പോവാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇവന് ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണോ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മൈ പോയിട്ട് ഒരു ഗിഫ്റ്റ് ഞാനും കൂടി പോയിട്ട് ഒന്ന് നോക്കി എടുക്കാം. നമ്മള് പോവാന്ന് വിചാരിച്ചു, പക്ഷെ നമ്മള് പോയിട്ടുണ്ടെങ്കിൽ രാത്രി ആവും പരിചയം എടുക്കുന്നത്. കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോകും. എന്നെ കൂട്ടിയാലോ രാത്രി ആവുക. അതിന് നമ്മൾ സമ്മതിക്കൂല എല്ലാം എത്തിക്കാൻ. ഭാവ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ കല്യാണത്തിനാണ് അങ്ങനെ വരുന്നില്ല. അപ്പൊ അമ്മ ഗിഫ്റ്റ് എടുത്തിട്ട് വന്നിട്ട് ഇടാൻ വന്നിട്ട് അമ്മേനെ കൂട്ടി പോകും. കവി ഭാവേനോ ഞാൻ ഇവിടെ ഉണ്ടാവും. അമ്മേ മാറ്റി നിനക്ക് വേഗം ഓടിപ്പോയി തരാട്ടാ. അമ്മ മാറ്റി വന്നു. ഓ മാറ്റി കഴിഞ്ഞു വന്നിട്ടാ. ഞാൻ കൊത്തില്ല. നിങ്ങള് പോയിട്ട് ചെറിയപ്പം മുതലേ നമ്മളെ വീട്ടിലെ എന്റെ ആങ്ങളേരെ വീട്ടിൽ അവിടെ ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് തുള്ളി കളിക്കുന്ന കുട്ടിയാണ്. ഇപ്പൊ എന്റെ മോന് ഒരു ക്ലാസ്സിൽ പഠിച്ചു ടീച്ചറും. അപ്പൊ ആ ഒരു ഇതിന് എന്തായാലും എനിക്ക് കല്യാണത്തിന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് പോയിട്ട് വരാം. അപ്പൊ നമ്മള് തുണിക്കടയിലെത്തി. കവി എന്താണ് പരിപാടി? സാരി ഗിഫ്റ്റ് ആക്കിയാലോ വെച്ചിട്ടാണ്. നോക്കിയാലോ? രാവിലെ തന്നെ വന്നിട്ട് ഏതാ എടുക്കേണ്ട തിരിയുന്നില്ല. എല്ലാ രസമുണ്ട് കാണാന്. കുട്ടി എനിക്കിനെ വെച്ചിട്ട് ആച്ചിന്റെ പേരുണ്ട്. വേഗം പോണ്ടേ? നീ ഇല്ലെങ്കിലേ ഇതെല്ലാം ഇട്ട് വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കളറും തിരിയില്ല ചിലപ്പോ. ഒന്നും മനസ്സിലായി. ഇത് നല്ല രസമുണ്ട് കേട്ടോ. പച്ച നല്ല നല്ല ഇതായിട്ടുണ്ട്. പിങ്ക് കളറാണ് ഇത് വരും. ആ പിങ്ക് നല്ല നല്ല രസമുണ്ട്. നല്ലുണ്ട്. ഓള് സാരി ഉടുക്കലുണ്ട്. അതുകൊണ്ട് സാരിയാ ഉടുക്കലധികം. ഇവന്റെ സ്കൂളിലെ പരിപാടിക്കെല്ലാം നല്ല സാരി ഉടുത്തിട്ട് കാണാം. പച്ച കിളിപ്പച്ച. അപ്പൊ അങ്ങനെ ടീച്ചർക്ക് ഗിഫ്റ്റ് വാങ്ങി. നീ എന്നെ കൊടുക്കണേ ടീച്ചറോട് ഹാപ്പി മാരീഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഹാപ്പി മാരീഡ് ലൈഫ്. അതെ. അപ്പൊ നമുക്ക് പോവാ. അമ്മ അവിടെ റെഡിയായി നിന്നിട്ടുണ്ടാവും. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് അമ്മേനെ കയറ്റിട്ട് കൊക്കം കളിയില്ലേ കവി? കവി നാട്ടില് ഞാൻ തൊട്ടിട്ടപ്പോഴാണ് അതുപോലെ ഓടിപ്പോയി തൊടുക. അപ്പടാ മേടിച്ചോടി. പാവ എണീച്ചിട്ട് ഒന്നും അറിയില്ല. നമുക്ക് കവി കൊക്കോ പ്ലെയർ ആണ് കേട്ടാ. അതെ, കൊക്കോ തന്നെയല്ലേ പറയാ? കൊക്കോ കൊക്കോ. ആ ഓടി പിടിച്ചിട്ട് പാസ്സാക്കുന്നല്ലേ കൊക്കോ. ഞാന് അതില് ഇതിന് കൂടുതലുണ്ട് സ്പോർട്സില്. ഞാന് മെയിന് സർട്ടിഫിക്കറ്റിലെ മുന്നേ നമ്മള് വീഡിയോ കാണിച്ചിരുന്നു. ഓളായിട്ട് ഓളെ പൊക്കി പറയില്ല. അവിടെ ഞാൻ പൊക്കി പറയുന്നേട്ടാ. അപ്പൊ നാളായിട്ട് തലയിലാക്കുന്നുണ്ട്. അപ്പൊ കുറെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ നമ്മള് പണ്ടൊരു വീഡിയോ കാണിച്ചിരുന്നു ഇങ്ങനത്തെ കളിയില്ല. ഇപ്പൊ കൊക്കോ പറഞ്ഞപ്പോ ആ വഴി വന്നു പോയത്. നമുക്ക് വേഗം പോയി കൊക്കോ കളിക്കാം. കുട്ടിക്ക് അമ്മേനെ ഇരുന്ന് കഴിക്കാം. കാരണം അവിടെ മുഹൂർത്തം വെച്ച് 12 മണി കഴിഞ്ഞിട്ടാണ് കട കൂടി എത്തണം. ഓക്കെ അമ്മ റെഡി ആയിട്ടുണ്ട്. നേരം പോയിട്ട് വെച്ചിട്ട് ഞാൻ വേഗം വണ്ടി കയറി ഇരുന്നു. ആ എന്നാ പോവാ. ടീച്ചറിന്റെ കല്യാണത്തിന് പോവാ. ഇല്ല വന്നില്ല. നമ്മള് കല്യാണത്തിന്റെ അടുത്ത് എത്തുമ്പോഴേക്ക് കല്യാണം കഴിഞ്ഞു. വധുവരന്മാറി എല്ലാരും ഇങ്ങനെ അരുന്നിരിക്കലും പരിപാടി എല്ലാ സമയത്ത് നമ്മൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയി. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു ചേട്ടാ. അഞ്ചി എന്റെ ബോഡി ഒന്ന് കണ്ടാലേ മതിയാവുള്ളൂ. ശരി നമുക്കാലോ. ഞങ്ങളെ ആയിക്കോട്ടെ. ഹായ് ഹായ് ഹായ്.
കാശി ഈ നിമിഷം എന്താ പറയാനല്ലേ? നമ്മളെ ചങ്കി അങ്ങ അതിന്റെ കല്യാണം ഇന്ന് സെറ്റായി. ഇനിയിപ്പോ അടുത്തത് നിങ്ങളെല്ലാരും കൂടി ഒന്ന് സെറ്റാക്കി തരുക. ഓക്കേടാ, ഓക്കെ ഓക്കെ, തീർച്ചയായും. അപ്പൊ ഇതൊരു ഇതായിട്ടുള്ളത് വിവാഹ എന്നാ പറയണ്ടേ? അതന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാല് അത് നിങ്ങൾ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ ചെക്കൻ്റെ നിന്റെ അടുത്ത് എല്ലാത്തിനും വരും കേട്ടാ. തീർച്ചയായും. കറി റെഡി ആയിട്ടുണ്ട്. കറി, പച്ചടി, ഓലൻ, അടിപൊളി ഓലൻ, ഇത് രസം, അച്ചാറ്, വറവ്, വീണ്ടും അച്ചാറ്, വീണ്ടും വറവ്. ഹായ് എന്തെല്ലാം പറ്റിയോട്ടാ. അപ്പൊ നമ്മളെ പണ്ടേയുള്ള 2 ചങ്ങായിമാരാണ്. രണ്ടിനും ഒരു മാറ്റമില്ല. ചെറിയ താടി വന്നേ. പച്ചടി അല്ലേ? ഇതിന് ഭയങ്കര ഇഷ്ടമാണ് പച്ചടി. അമ്മ 2 ദിവസം മുന്നേ ആയിക്കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് കല്യാണത്തിന് കിട്ടി. കല്യാണത്തിന് പച്ചടി ഭയങ്കര ടേസ്റ്റ് എടുത്തിക്കാം. എങ്ങനെയുണ്ടാ? ഓല എങ്ങനെ എത്തിക്കാം? ഓല കൂട്ടി നോക്ക്. ഇതാണ് അബീല വന്നിട്ടാ പറഞ്ഞത്. അടിപൊളി പ്രധാനം കേട്ടാ. രസം. അപ്പൊ ഇവര് കല്യാണത്തിനും കുടിയലിനും എല്ലാം പോയിട്ട് വന്നു. അപ്പൊ ഞാൻ ചോറുണ്ടോണ്ടിരിക്കലാന്ന്. നല്ല സ്പെഷ്യൽ കൂതൽ വരവുണ്ട്, നത്തൽ പൊരിച്ചതുണ്ട്, പുളിങ്കറി ഉണ്ട്, കണ്ണൂർ നാടൻ പുളിങ്കറി. നമുക്ക് എല്ലാ ഫുഡും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം എടുത്ത് കാണാം. നാടൻ ചോറാണ് നാടൻ ഉണ്ടായത്. അപ്പോൾ അവിടുന്ന് കല്യാണം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ അയൽവക്കത്തിലെ രാധാകൃഷ്ണൻ്റെ വീട്ടിൽ കൂടിയിലാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ അവിടെ വീട്ടിലേക്ക് കയറി നമ്മൾ. വീട്ടിലെല്ലാം നമുക്ക് അറിയാം. അമ്മേൻ്റെ അടുത്ത ചങ്ങായിയാണ്. അവിടെ എല്ലാവരെല്ലാം കണ്ട് മിണ്ടി വർത്താനം പറഞ്ഞൊന്ന് കയറി വന്ന്. അപ്പോൾ വൈകിട്ടാണ് കുടിലിൻ്റെ ഭക്ഷണവും പരിപാടിയല്ല. പക്ഷേ എനിക്കിപ്പോൾ സിനിമേൻ്റെ ഷൂട്ടിങ്ങിന് പോകാനുണ്ട്. കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് ഞാൻ പോകുമെന്ന്. അപ്പോൾ നിങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അടിപൊളിയായി. ഹായ് ടുക്രുവാ എന്താക്കുന്നത്? ഏട്ടൻ നമ്മളെ കുടിലെല്ലാം പോയിട്ട് വന്ന്. ഓ ഇന്നാ അമ്മേനെ വെച്ച് അടിയാന്ന് കേട്ടാ. അച്ഛൻ പോക്കായി വൈകിട്ടാണ് കേട്ടാ. അപ്പൊ അങ്ങനെ കല്യാണത്തിനും പോയി വന്ന് വരുമ്പോ എന്റെ ചങ്ങായിനെയും കാണാൻ കൊടിയലിന് അടയും കയറിയിട്ടാ വന്നിന്. അപ്പൊ എത്രയോ വർഷം മുമ്പേ ഉള്ള ചങ്ങായിയാണ് എന്റെ. സ്കൂളിൽ പഠിക്കുമ്പോ ഓക്കന്നെ പണിക്ക് ഞാൻ എത്രയോ പോയിട്ടുണ്ട്. റബ്ബറിൽ മുറിക്കാൻ ആക്കുമ്പോലെ ഇതിലെ കൂടെ പോകുമ്പോ എന്നെ വിളിക്കും, വാടി പോകാല പണിക്ക് എടുത്തി അനിയത്തിയും പോകുമ്പോ. അവര് കുറച്ചേ ഉള്ള കൂട്ടത്തിലാ എന്നേര്. ഞാൻ അവളെപ്പുറം പണിക്ക് പോന്നെയാ. അങ്ങനെ നല്ല സുഹൃത്താണ്. ഇപ്പൊ ചെല്ലുമ്പോഴൊക്കെ മറക്കാണ്ട് കാത്തു സൂക്ഷിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് 2 ആള്. അത്രക്കുള്ള ഒരു ഇതാണ് ചെറുപ്പകാലത്തിലുള്ള ഒരു ഇത്. അപ്പൊ നമ്മള് 4 ആൺമക്കളാണ്. അപ്പൊ 4 5 ഉണ്ടാവനെ 4 തോന്നുന്നു. 4 ആൺമക്കളാണ്. അവരെ ഭാര്യമാറാണ് ഇപ്പം പൊമ്മക്കളായിട്ട് ഓളെ നോക്കുന്നത്. എനക്കൊന്നും കയ്യിലടി ഞാൻ ഇവരെപ്പുറം നിൽക്കുന്നത് തറവാട്ടിലാന്നൊന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിട്ട് മോനോട് പറയുന്നു, ഞാളെ ചെറുപ്പത്തിൽ ഇങ്ങനെ നടന്നു കൂട്ടറാന്ന് മോനേന്ന്. അപ്പൊ നമ്മള് കല്യാണത്തിന് പോയി, കുടിയലിന് പോയ കുറച്ച് വിശേഷങ്ങളും കൂടി നമുക്ക് കാണാം.
ചേട്ടാ നെക്സ്റ്റ് വിഷയം വന്നതിന് സന്തോഷം. സന്തോഷം, നമുക്ക് സന്തോഷം. ഞാള് അത്രക്കും ചങ്ങായിമാരാണ്. അന്നും അതെ ഇന്നും അതെ. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാക്കും പുറത്ത് പോലെ കുറവാണ്. അതുകൊണ്ട് കാണുന്നില്ല അല്ലേ? അതന്നെ ഇത് മതി. അല്ല രണ്ടാളും കൂടി ഇട്ട് ചോറിന്ന് വന്നപാടാന്ന്. എല്ലാരും ഒപ്പരം കാണാൻ പറ്റിട്ടാ. എല്ലാരും ഓരോ വഹിക്കണ്ട കാശേട്ടാ. അങ്ങനെ വീഡിയോ എടുക്കല്ലേ? വാ പറഞ്ഞു കഴിഞ്ഞോടോ, പറഞ്ഞു കഴിഞ്ഞാ നമ്മള് അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടാ. ഫുൾ ഗ്ലാസ് ഇട്ടതല്ലേ? ഫുൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് ഫുൾ ഇവിടെ വെളിയായി അല്ലേ? വെളിച്ചം ഭയങ്കരമായി. ഹായ് ഹായ് ഹായ്. എന്താ റൊമാൻറ്റിക് കസേര നീ പറയാ. അടുക്കളയിൽ ഭർത്താവിന് ഇരുന്നിട്ട് സൊല്ലാൻ വേണ്ടിട്ടല്ലേ? അടിപൊളി. ബൊമ്മക്കളൊന്നും ഇല്ലാണ്ട് എല്ലാം ബൊമ്മക്കളെ കിട്ടില്ല. അത് ഞാൻ എപ്പോഴും ആൺകുട്ടികളെല്ലാവരോട് ചോറ് കഴിച്ചിട്ട് ചീരാച്ചേരി കൊരാട്ടിന്റെ അപ്പൊ എന്നാ പോയിട്ട് വാ. ശരി ഓക്കെ. നമ്മളങ്ങനെ നാട്ടിൽ നിന്ന് കാസർഗോഡേക്ക് വന്നിട്ടാണ് ഉള്ളത്. സിനിമേന്റെ ഷൂട്ടിങ് ഇവിടെ ഒരു സ്ഥലം പറഞ്ഞേ പരുതി ഏടിയാന്ന് അറിയുന്നില്ല. നിതീഷ് സൈഡിൽ നിന്ന് ഇത് നോക്കുന്നുണ്ട്, തെറ്റിക്കുന്നുണ്ട്. എന്റെ കഥ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കഥ കഴിഞ്ഞ്. ഞാൻ എല്ലാരും വീട്ടിൽ നിന്ന് എല്ലാരും അപ്പുറം പോകുമ്പോ എല്ലാരും സൈഡിൽ നിന്ന് നോക്കുക. എല്ലാരും തെറ്റിക്കലുണ്ട്. പക്ഷെ ഇവൻ തെറ്റിച്ചോലും ആരും തെറ്റിച്ചില്ല. എന്റെ മുടിഞ്ഞെന്ന് പറഞ്ഞാൽ ഏടി എത്തിയെന്ന് തന്നെ ഒരു പിടുത്തൂല. അങ്ങോട്ട് സ്ഥലം കാണിച്ചില്ല. ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് എച്ചിക്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്താന്നാ പറഞ്ഞത്. ഇതിലൂടെ എല്ലാം പോകേണ്ടത് ശരിക്കും. എങ്ങനെ ഇവനോട് എത്തിച്ചു എന്നില്ലാന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. സ്ഥലം കാണിച്ചേരേ. ഓക്കെ, കുറെ സോളാറെല്ലാം വെച്ചിട്ട് വലിയൊരു പറമ്പിലെത്തി. ഇനി ഇവിടെ എത്തുമ്പോ ഇതിന് വഴി തീർന്നെന്നാ പറയുന്നത് കേട്ടാ. എന്നാലും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു. ഞാൻ ഇവിടെ നിന്ന് ഒഴിവായി കിട്ടണല്ലോ. എന്താ തെറ്റി, അതേ തെറ്റി മോനെ. നോക്കി നീ സോളാർ വെച്ചിട്ട് ഫുൾ സോളാർ കേട്ടാ. പറമ്പിൽ മൊത്തം സോളാർ. നല്ല രസമുണ്ട് പോവാൻ കേട്ടാ. വഴി തെറ്റിയാൽ നല്ല കാഴ്ചയാണ്. സോളാറിന്റെ കമ്പനി എന്നാ ഇത്? ഒരുപാട് സോളാർ ഇടിയിലെ സോളാർ വെച്ചിട്ട് നോക്കറാ. ഇങ്ങോട്ട് കൊണ്ടാ കുറച്ച് ആൾക്കാർ അടി ഇരുന്നിട്ടാ. നമുക്ക് കൊണ്ടേക്ക് ഇവരോടൊന്ന് വഴി വയ്ക്കാം. എല്ലാം നമ്മളെ കുടുംബക്കാരാട്ടാ. സന്തോഷം സന്തോഷം. ഇല്ല ആരും ഇല്ല. നമ്മളിവിടെ സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഓ വീട്ടിലുണ്ട്. ആ ഉഷാറുണ്ട്. പോട്ടെ, വഴി വയ്ക്കാൻ നിർത്തുക. നോക്കുമ്പോ എല്ലാരും നമ്മളെ വീട്ടുകാരെ. ശരി, ഇതെവിടെ എത്തി നമ്മള്? ഇതെവിടെ നമ്മൾ എത്തുക? ഇനി ഇത് ഇറങ്ങിയ എവിടെ എത്തോ? കാഞ്ഞങ്ങാടേക്ക് പോവല്ലേ? ആ ഓക്കെ. സോളാർ പാർക്ക് നിന്റെ പേര്? സോളാർ കുറെ വെച്ചിട്ടാണല്ലേ? കുണ്ടറ. ആ ശരി ഓക്കെ. എല്ലാരും കാണാൻ പറ്റിയ സന്തോഷം. വീട്ടുകാരെല്ലാം ചോദിച്ചു പറഞ്ഞേ. ഇതെന്നാ സംഭവം? എല്ലാരും ഇവിടെ ഇരുന്നിന് വഴിക്ക് വെച്ചിട്ട് നടത്തുന്നത്? ആള് ഈടെ വെച്ചിട്ട് നടത്തല്? അടിപൊളിയാട്ടെ. ഇത് എല്ലാരും കാണുന്നതിന് വിഷമമുണ്ടാ? നിങ്ങളെല്ലാരും കാണും ഇപ്പൊ? കുഴപ്പമില്ലല്ലോ. എന്നാ വിടാ, ഞങ്ങളെ വീഡിയോയിൽ നോക്കോട്ടാ. ശരി എന്നാലേ. ഓക്കെ. സന്തോഷം, നമുക്ക് സന്തോഷം. ശരി എന്നാ. അപ്പൊ അങ്ങനെ ഇത് ഞാൻ വെച്ചിട്ട് വഴി തീർന്നു കേട്ടാ. ഒരു സന്തോഷം എന്ന് വെച്ചാല് ഏടെ അത്ര ഉള്ളിൽ പോയാലും ഉണ്ടല്ലോ നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും അടി ഉണ്ടാവും. ഭയങ്കര സന്തോഷം കേട്ടാ. ഇവിടെ കണ്ടുപിട്ടില്ല. നമുക്ക് എനിക്ക് ഇവരോട് ചോദിച്ചേക്കാം. ആ വീട്ടിൽ തന്നെയല്ലേ ഇത്? എടാ ഇവരെ വർത്താനം മാറിയിട്ടാ. എവിടെ പോയത്? കാസർഗോഡ് ഭാഷ മാറി അല്ലേ? എവിടെ പോയത്? നമ്മൾ ഇവിടെ പോകുന്നത് കാഞ്ഞങ്ങാട്. ഓ ഇവനും മാറിയ ഭാഷ. നമ്മള് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോട്ടെ. ഉഷാറക്കുന്നല്ലേ ജോറ്.
നമ്മളങ്ങനെ വരുന്ന വഴിയാട്ടാ, അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ്. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ സ്ഥലം ഉണ്ടല്ലോ കാസർഗോഡ് ഭാഗത്ത്, ഇങ്ങോട്ട് ഉള്ളോട്ട് പോവാന്നാല് ഈ സ്ഥലമെല്ലാം കാണിച്ചു തന്നതിന് താങ്ക്സ്. ഇതിലോട്ടൊന്നല്ല വരേണ്ടത്. നമ്മൾ ആർച്ചൊക്കെ പോലെ കാണുന്നത് സെറ്റിൽ വന്നേരം കണ്ടൊരു പഴാണ് ഇത്. ക്യാൻസറിന് പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പേരെന്ന് പറഞ്ഞാൽ മുളഞ്ചക്ക. നിശാദായിട്ടില്ലേ? ആ ഒന്ന് ബാക്ക് കാണിച്ചാ ഇങ്ങനെ കേട്ടാ. ഒരു കഷ്ണം കിട്ടിയില്ല കേട്ടോ, രണ്ടാളും കൂടി കഴിക്കലാണ്. അതല്ലേ ഒരിക്കലെങ്കിലും കഴിക്കണം. അപ്പോൾ അങ്ങനെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമെന്ന്. ഇപ്പോൾ സമയത്ത് എത്രയായി നടക്കുന്ന സ്ഥലത്ത് നമ്മളെ യൂട്യൂബ് കുടുംബങ്ങൾ കുറേ പേര് വന്നു കാണാൻ വന്ന് ഫോട്ടോ എല്ലാം എടുത്ത്. അപ്പോൾ അങ്ങനെ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ഏകദേശം 12 മണിയാണ് വീട്ടിലെത്തുമ്പോൾ. പുതിയ വിശേഷമായി നാളെ വരാം. അത് വീട്ടിലായിരിക്കും. ബൈ.